അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം, അതിൽ 5-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഇന്ദ്ര ഉവാച ദൈവമേവ പരം മന്യേ ധിക്പൗരുഷമനർത്ഥകം വിഷ്ണോരപി ശിരഛിന്നം സുരാണാം ചൈവ പശ്യതാം. ബ്രഹ്മോവാച അവശ്യമേവ ഭോക്തവ്യം കാലേനാപാദിതം ചയൽ ശുഭം വാപ്യശുഭം വാപി ദൈവം കോതിക്രമേൽ പുനാ. ദേഹവാൻ സുഖദുഃഖാനാം ഭോക്താ നൈവാത്ര സംശയാ. യഥാ കാലവശാൽ കൃത്തം ശിരോ മേ ശംഭുനാ പുരാ. തഥൈവ ലിംഗപാതശ്ച മഹാദേവസ്യ ശാപതഃ. തഥൈവാദ്യ ഹരേർമൂർധാ പതിതോ ലവണാംഭസി. സഹസ്രഭഗ സംപ്രാപ്തിർ ദുഃഖം ചൈവ ശചീപതേ. സ്വർഗാൽ ഭ്രംശസ്തഥാ വാസ കമലേ മാനസേ സരേ. ഏതേ ദുഃഖസ്യ ഭോക്താര കേന ദുഃഖം ന ഭുജ്യത്തെ. സംസാരേസ്മിൻ മഹാഭാഗാ തസ്മാച്ഛോകം ത്യജന്തു വൈ. ചിന്തയന്തു മഹാമായാം വിദ്യാദേവീം സനാതനീം. സാ വിധാസ്യതി ന കാര്യം നിർഗുണാ പ്രകൃതിപരാ.
ബ്രഹ്മവിദ്യാം ജഗദ്ധാത്രീം സർവേഷാം ജനനീം തഥാ യയാ സർവമിദം വ്യാപ്തം ത്രൈലോക്യം സചരാചരം. സൂത ഉവാച ഇത്യുക്ത്വാ വൈ സുരാൻ വേദ നിഗമാനാദിദേശഃ ദേഹയുക്താൻ സ്ഥിതാനഗ്രേ സുരകാര്യാർത്ഥസിദ്ധയേ. ബ്രഹ്മോവാച സ്തുവന്തു പരമാം ദേവീം ബ്രഹ്മവിദ്യാം സനാതനീം ഗൂഢാംഗീം ച മഹാമായാം സർവകാര്യാർത്ഥസാധിനീം. തച്ഛ്രുത്വാ വചനം തസ്യാ വേദാഃ സർവാംഗസുന്ദരാഃ തുഷ്ടുവുർജ്ഞാനഗമ്യാം താം മഹാമായാം ജഗൽസ്ഥിതാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ പ്രഥമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 42 മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത്. അതിൻ്റെ തർജ്ജമയാണ്, ഭാഷാഗാനമാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആ സമയം അമരേശൻ അവരോടായി പറഞ്ഞല്ലോ, അതിൽ ഭാഗ്യം തന്നെയാണു ഏറെ വലുത്. അർദ്ധശൂന്യം പൗരുഷവും ദേവജനം നോക്കി നിൽക്കെ അറ്റുപോയല്ലോ വിഷ്ണുവിൻ ശിരസ്സു പോലും. കാലം കൊണ്ടു നേടിയതാം ശുഭാശുഭമെന്തായാലും കർമ്മം അനുഭവിക്കണം വിധി നിശ്ചയം. ദേഹമുള്ളവനാണല്ലോ സുഖദുഃഖം അസംശയം. ദേവൻ ശംഭു പണ്ടു എൻ്റെ ശിരസ്സറുത്തു. അതുപോലെ രുദ്രലിംഗം ശാപത്താലെ നിപതിച്ചു. അച്യുതൻ്റെ തല ഉപ്പുകടലിൽ വീണു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സഹസ്രഭഗനായി തീർന്നു ദേവേന്ദ്രനും പണ്ടൊരിക്കൽ. സ്വർഗഭ്രഷ്ടനായി പിന്നെ മാനസാഖ്യമാം സരസിലെ താമരയിൽ ഒളിച്ചു വസിച്ചതെല്ലാം സത്യത്തിൽ ഇന്ദ്രനു ദുഃഖം തന്നെയാണല്ലോ. അതുകൊണ്ടു ഇവരെല്ലാം ദുഃഖമനുഭവിച്ചവർ, അതിനാലെ ദുഃഖം അനുഭവിക്കാത്തവർ ആരുമില്ല എന്നതിനാൽ ഭാഗ്യവാന്മാരെ നിങ്ങളും അകത്തുള്ള ശോകത്തെയും ഉപേക്ഷിച്ചാലും സനാതനമായും നിത്യം വിദ്യാദേവിയുമായുള്ള സർവദുഃഖനാശിനിയാം മഹാമായയെ സ്മരിക്കുവിൻ. നിർഗുണയാം പരാപ്രകൃതിയാം ദേവി സർവകാര്യം നിറവേറ്റിത്തരും നിശ്ചയം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ജഗത്തിനെ ധരിക്കുന്ന ബ്രഹ്മവിദ്യാസ്വരൂപിണി
ജനനിയാമാദേവിയെ സ്മരിച്ചിടുക. ജനനിയാമാദേവിയെ സ്മരിച്ചിടുക. ചരാചരങ്ങളോടു കൂടിയതാകും ത്രൈലോക്യത്തിൽ ചൈതന്യമായി നിറഞ്ഞിരിക്കും മഹാമായ. ദേവന്മാരോടേവമോദി ദേവകാര്യം സാധിക്കാനായി വേദങ്ങളമൂർത്തികളോടേവം പറഞ്ഞു. സനാതന ബ്രഹ്മവിദ്യാസ്വരൂപിണി ഗൂഢമൂർത്തി സർവകാര്യം സാധിപ്പിക്കാൻ സമർത്ഥയായ സർവേശ്വരി മഹാമായയായിടുമായീശ്വരിയെ സ്തുതിക്കുവിൻ വേദങ്ങളെ നിങ്ങളുമിപ്പോ. ജ്ഞാനം കൊണ്ടു അറിയപ്പെടാവുന്നവളായ സാക്ഷാൽ ജഗത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാമായയെ ജഗൽ സ്രഷ്ടാവിൻ്റെ വാക്കു കേട്ട വേദമൂർത്തികളോ ജനനിയെ വേണ്ട പോലെ സ്തുതിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ജ്ഞാനയജ്ഞമായി നാം ഉപാസന ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇന്ന് 41-ാമത്തെ ദിവസമാണ്. ഇന്ന് ദേവി ഭാഗവതത്തിൻ്റെ ഈ പ്രഭാഷണം സമർപ്പിച്ചതിന് ശേഷം ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ കേൾക്കാൻ സാധിക്കും. ഈ വരുന്ന ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 3 വരെ തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലും കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഭാഗവതയോഗം ട്രസ്റ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാഗവത രസിക സ്മൃതി എന്ന മഹാസത്രത്തിൻ്റെ ബ്രോഷർ പ്രകാശനത്തിൻ്റെ ചടങ്ങുകളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഈ പ്രഭാഷണത്തിന് ശേഷം. ഇന്ന് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 42 മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പോൾ ആ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ശിരസ് തെറിച്ചുപോയപ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതെ വിഷമിക്കുന്ന ദേവന്മാർ അപ്പോൾ ഇവിടെ പറഞ്ഞു, ഭാഗ്യവും പുരുഷപ്രയത്നവും രണ്ടും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പരിഹാരകർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം ഭാഗ്യമുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ദൈവമേവ പരം മന്യേ ധിക് പൗരുഷമനർത്ഥകം വിഷ്ണോരപി ശിരച്ഛിന്നം സുരാണാം ചെയ്വ പശ്യതാം. ഇന്ദ്രൻ പറയുകയാണ്,
ഭാഗ്യം തന്നെയാണ് വലുത്. ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം. അപ്പൊ അതുകൊണ്ട് ഭാഗ്യം തന്നെയാണ് വലുത്. പൗരുഷം എന്ന് പറയുന്നത് അനർത്ഥകമാണ്, അർത്ഥശൂന്യമാണ്. നോക്കൂ, ദേവന്മാര് നോക്കി നിൽക്കേ വിഷ്ണോരഭി ശിരഛിന്നം, വിഷ്ണുവിൻ്റെ ശിരസ് പോലും അറ്റുപോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അവശ്യമേവ ഭോക്തവ്യം കാലേനാപാദിതം ചെയ്യൽ ശുഭം വാപ്യ അശുഭം വാപി ദൈവം കോതിക്രമേൽ പുന. കാലം കൊണ്ട് നേടിയത് എന്താണോ അത് ശുഭമാണെങ്കിലും അശുഭമാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. ആ വിധിയെ ആർക്കും മറികടക്കാനോ തടുക്കാനോ സാധിക്കില്ല. ദേഹവാൻ സുഖദുഃഖാനാം ഭോക്താ നൈവാത്ര സംശയ. ദേഹമുള്ളവന് സുഖവും ദുഃഖവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം യഥാ കാലവശാൽ കൃത്തം ശിരോമേ ശംഭുനാപുര. കാലത്തിന് വിധേയനായി പണ്ട് ഈ മഹാദേവൻ തന്നെ എൻ്റെ ശിരസ് മുറിച്ചിട്ടുണ്ട്. ഇതിനി പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ വിശദമായിട്ട് കേൾക്കും. തഥൈവ ലിംഗപാതശ്ച മഹാദേവസ്യ ശാപത. അതേപോലെ തന്നെ മഹാദേവന്റെ ലിംഗം മഹർഷിമാരുടെ ശാപം കൊണ്ട് താഴെ വീണു. തഥൈവാദ്യ, അതേപോലെ ഹരേർമൂർധാ പതിതോ ലവണാംഭസി. ഹരിയുടെ ശിരസ് ഇപ്പോ ഇതാ ലവണസമുദ്രത്തിൽ, ഉപ്പ് സമുദ്രത്തിൽ വീഴുകയും ചെയ്തിരിക്കുന്നു. സഹസ്രഭഗ സംപ്രാപ്തിർ ദുഃഖം ജൈവ ശചീപതേ സ്വർഗാൽ ഭ്രംശസ്തഥാവാസ കമലേ മാനസേ സരേ. സഹസ്രഭഗനായി തീർന്ന ഗൗതമന്റെ ശാപം കൊണ്ടാണ് ഇന്ദ്രൻ സഹസ്രഭഗനായി തീർന്നത്. അത് രാമായണത്തിലാണ് ഈ കഥ. അങ്ങനെ അതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്നും ആ സ്വർഗം നഷ്ടപ്പെട്ട ദേവേന്ദ്രന് മാനസ സരസ്സിലെ താമരയ്ക്കുള്ളിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടി വന്നു. അപ്പൊ ഇന്ദ്രന് ഇതൊക്കെ തന്നെ ദുഃഖം ചെയ്വ ശചീപതേ. ശചീപതി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. ശചീദേവിയാണ് ദേവേന്ദ്രന്റെ ഭാര്യ ഇന്ദ്രാണി. അതുകൊണ്ടാണ് ശചീപതി എന്ന് പറഞ്ഞത്. അപ്പോ എല്ലാവർക്കും ഏതേ ദുഃഖസ്യ ഭോക്താര കേന ദുഃഖം ന ഭുജ്യതേ സംസാരേഷ്മിൻ മഹാഭാഗ തസ്മാച്ഛോകം ത്യജന്തുവൈ. ഇവരൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ വിഷ്ണുവിന്റെ കഥയിൽ മാത്രമല്ല, ഞാനും മഹാദേവനും ദേവേന്ദ്രനും ഒക്കെ ദുഃഖം അനുഭവിച്ചവരാണ്. ഈ സംസാര ജീവിതത്തിൽ ആർക്കാണ് ദുഃഖം അനുഭവിക്കാതിരിക്കാൻ സാധിക്കുക? ആരാണ് അനുഭവിക്കാത്തത്? അതുകൊണ്ട് മഹാഭാഗ്യവാന്മാരെ, ഹേ മഹാഭാഗ, തസ്മാൽ ശോകം ത്യജന്തുവൈ, നിങ്ങൾ ഉള്ളിലുള്ള ദുഃഖത്തെ ഉപേക്ഷിക്കൂ. ചിന്തയന്തു മഹാമായാം വിദ്യാദേവീം സനാതനിം സാ വിധാസ്യതി ന കാര്യം നിർഗുണ പ്രകൃതി പര. സനാതനയായിരിക്കുന്ന വിദ്യാദേവിയായിരിക്കുന്ന മഹാമായയെ സ്മരിക്കൂ. ആ മഹാമായയെ സ്മരിച്ചു കഴിഞ്ഞാലോ നിർഗുണയും പരാപ്രകൃതിയുമായിരിക്കുന്ന സാ വിധാസ്യതി ന കാര്യം, നമ്മുടെ കാര്യം ന എന്നുള്ളത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വിസർഗത്തോടു കൂടിയാണ്. അപ്പൊ നമ്മളുടെ കാര്യം ആ അമ്മ നിറവേറ്റി തരും എന്ന് ഉറപ്പിക്കുന്നു. ബ്രഹ്മവിദ്യാം ജഗദ്ധാത്രിം സർവേഷാം ജനനീം തഥാ യയാ സർവമിതം പ്രാപ്തം ത്രൈലോക്യം സചരാചരം. ബ്രഹ്മവിദ്യാസ്വരൂപിണി, ഈ ലോകത്തിനെ മുഴുവൻ ധരിക്കുന്ന എല്ലാവരുടെയും അമ്മയായ സർവേഷാം ജനനീം തഥാ, എല്ലാവരുടെയും അമ്മയുമായ ആ ദേവിയെ സ്മരിക്കൂ. ആ ദേവിയെ സ്മരിച്ചാലോ ചരാചരങ്ങളോടുകൂടി ത്രൈലോക്യം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവളാണ് ആ മഹാമായ. യയാ സർവമിതം വ്യാപ്തം ത്രൈലോക്യം സചരാചരം. സൂതൻ ശൗനകനോട് പറയുകയാണ്, ഇത്യുക്ത്വാ വൈ സുരാൻ വേദ നിഗമാനാദിദേശഃ ദേഹയുക്താൻ സ്ഥിതാനഗ്രേ സുരകാര്യാർത്ഥസിദ്ധയേ. ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് വേദങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? തങ്ങളുടെ മുമ്പിൽ മൂർത്തിരൂപം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വേദങ്ങളോട് ബ്രഹ്മാവ് പറയുകയാണ്, സ്തുവന്തു പരമാം ദേവീം ബ്രഹ്മവിദ്യാം സനാതനിം ഗൂഢാംഗിം ച മഹാമായാം സർവകാര്യ അർത്ഥസാധിനിം. വേദങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന സനാതന ഗൂഢമൂർത്തിയായിരിക്കുന്ന
സർവകാര്യങ്ങളെയും സാധിപ്പിക്കുന്നതിന് സമർത്ഥയായ സർവകാര്യാർത്ഥ സാധിനിം സ്തുവന്തു, ആ ദേവിയെ, ശ്രേഷ്ഠയായ മഹാമായയായിരിക്കുന്ന ദേവിയെ നിങ്ങൾ സ്തുതിക്കുവിൻ. തച്ഛ്രുത്വാ വചനം തസ്യ വേദാ സർവാംഗസുന്ദരാഃ തുഷ്ടുവുർജ്ഞാനഗമ്യാം താം മഹാമായാം ജഗൽസ്ഥിതാം. തച്ഛ്രുത്വ, ആ വാക്കുകൾ കേട്ടിട്ട് ബ്രഹ്മാവ് പറഞ്ഞില്ലേ സ്തുതിക്കാൻ, ഇത് കേട്ടപ്പോ തച്ഛ്രുത്വ വചനം തസ്യ വേദാ സർവാംഗസുന്ദര, വാക്ക് കേട്ട് രൂപസൗന്ദര്യം നിറഞ്ഞ വേദങ്ങൾ, ജ്ഞാനം കൊണ്ട് തുഷ്ടുവുർ ജ്ഞാനഗമ്യാം താം, ജ്ഞാനം കൊണ്ട് അറിയപ്പെടാവുന്നവളും ജഗൽ സ്ഥിതാം, ജഗത്തിൽ സ്ഥിതി ചെയ്യുന്നവളുമായ ആ മഹാമായയെ വേദങ്ങൾ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു എന്ന് പറയുകയാണ്. 53 മുതൽ 68 കൂടിയുള്ള ശ്ലോകങ്ങൾ വേദസ്തുതിയാണ്. ശ്രീമദ് ഭാഗവതം, അതിൽ നമുക്ക് കാണാൻ സാധിക്കും ദശമസ്കന്ധത്തിൽ ഒരു വേദസ്തുതി, ശ്രുതി ഗീത എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന വേദസ്തുതിയാണ്. അപ്പൊ വേദങ്ങൾ തങ്ങളുടെ തന്നെ സ്വരൂപമായ, വേദം ഈശ്വരൻ തന്നെയാണ്, അറിവാണ് ഈശ്വരൻ, അല്ലേ? വേദം അറിവാണ്. വേദോ നാരായണ സാക്ഷാൽ സ്വയംഭൂരിത് ശുശ്രുമ എന്ന് അജാമിളമോക്ഷം കഥയില് യമഭടന്മാര് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വേദങ്ങൾ, വേദസ്വരൂപിണിയായിരിക്കുന്ന ആ ഭഗവതിയെ പിന്നീട് ഗംഭീരമായിട്ട് സ്തുതിച്ചു എന്ന് പറയുന്ന 52-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 53-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം വേദങ്ങളുടെ സ്തുതി. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം വൈദ്യലിംഗായ തേ നമഃ. ഭാഗവത സ്നേഹികളായ ഭക്തജനങ്ങളെ, തൃശൂർ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഭാഗവതയോഗം ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത രസിക സ്മൃതി മഹാസത്രത്തിൻ്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ഭാഗവത രസികൻ പ്രൊഫസർ വി വൈദ്യലിംഗ ശർമ്മയുടെ സ്മരണാർത്ഥമാണ് ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 3 വരെ തിരുവമ്പാടി ക്ഷേത്രത്തിലും കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമായി സത്രം നടക്കുന്നത്. വേദമന്ത്രധ്വനികൾ നിറഞ്ഞ ചിറക്കാക്കോട് ഇളങ്ങള്ളൂരില്ലത്തെ സോമയാഗ ഭൂമിയിലാണ് വേദസാരമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആസ്വാദനത്തിന് കാരണമാകുന്ന ഈ മഹാസത്രത്തിൻ്റെ ബ്രോഷർ പ്രകാശനം നടന്നത്. പ്രകാശന ചടങ്ങുകളിലേക്ക് നമസ്കാരം. ഭാഗവത യോഗത്തിൻ്റെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ വൈദ്യലിംഗ ശർമ്മ മാഷുടെ അനുസ്മരണമായി നടത്തുന്ന ഭാഗവത രസിക സ്മൃതിയുടെ പോസ്റ്റർ അഥവാ ബ്രോഷർ ഉദ്ഘാടനം നടത്തുന്നു. ഇളങ്ങല്ലൂര് സദാനന്ദ നമ്പൂതിരി ഈ യാഗം നടന്ന പുണ്യഭൂമിയിൽ വെച്ച് ഈ ദിവ്യമായ യജ്ഞത്തിൻ്റെ ബ്രോഷർ ഉദ്ഘാടനം ചെയ്യാണ് അഥവാ പ്രകാശനം ചെയ്യാണ്. അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബ്രോഷർ പ്രകാശനം നിർവഹിച്ച ബ്രഹ്മശ്രീ ഇളങ്ങള്ളൂർ സദാനന്ദൻ നമ്പൂതിരിയെ കൂടാതെ ഭാഗവതാചാര്യന്മാരായ വെങ്ങല്ലൂർ കേരളകുമാരൻ നമ്പൂതിരി, കൽപ്പകശ്ശേരി വേണുമൂസത്, തിരുവമ്പാടി രാമചന്ദ്ര അയ്യർ, ഭാഗവതയോഗം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി, ട്രസ്റ്റ് ട്രഷറർ വാക്കയിൽ നന്ദകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കുചേർന്നു. എല്ലാവരെയും സത്രത്തിലേക്ക് ഇത്തരുണത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം.
കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.